ഹായ് ഗായ്സ്, ഗുഡ് ഈവനിങ്. അപ്പൊ നമ്മള് പുതിയ വ്ലോഗ് എടുക്കാൻ കാരണം നമ്മൾ അടുത്ത ട്രിപ്പ് പോവുകയാണ്. സോ നമ്മൾ നാളെയാണ് പോണത്. നമ്മള് കേരളത്തിലല്ല പോണത്. ഫസ്റ്റ് ഓഫ് ഓൾ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് നല്ല രീതിക്ക് ഉണ്ട്. പിന്നെ അതുപോലെ പോകാൻ ആഗ്രഹിച്ച സ്ഥലമാണോ എന്ന് ചോദിച്ചാൽ അതെ, ആഗ്രഹിച്ച സ്ഥലമാണ്. പക്ഷെ എക്സ്പെക്ട് ചെയ്തില്ല ഇത്ര പെട്ടെന്ന് പോകുമെന്ന്. അപ്പൊ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ നോക്കണ്ട. കാരണം എന്താ വെച്ചാൽ ഇതൊക്കെ അവൻ കുത്തിവരച്ചിട്ടതാണ്. ഒബിയസ്ലി ഇതിനെ കൊണ്ടാണ് നമ്മൾ പോകുന്നത്. അതുകൊണ്ട് എങ്ങനെയാന്നൊന്നും അറിയില്ല. പിന്നെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അത് വീഡിയോ എടുക്കാൻ പിന്നെ ഓർത്തില്ല ആ ഒരു തിരക്കിന്റെ ഇടയിൽ. എന്നാലും ഇന്ന് മുതലുള്ള വീഡിയോസ് ഞാൻ വ്ളോഗായിട്ട് എടുക്കണേന്. അതുപോലെ തന്നെ നമ്മുടെ പാക്കേജിലാണ് പോകുന്നത്. വണ്ടർലസ്റ്റ് എന്ന് പറയുന്ന ഒരു പാക്കേജിലാണ്, അവരുടെ പാക്കേജിലാണ് നമ്മൾ പോകുന്നത്. ഞങ്ങൾ 4 പേരാണ് പോകുന്നത്. ഞാൻ, ചേച്ചി ഹസ്ബൻഡ്, പിന്നെ ഇത്. ഞങ്ങൾ 4 പേരും കൂടിയാണ് പോകുന്നത്. ഇവന്റെ ഭാഷയിൽ പറഞ്ഞ 4 ഫ്രണ്ട്സ് ആയിട്ടാണ് പോകുന്നത്. അപ്പൊ പോണതിനുള്ള ത്രില്ലുകളാണ് കാണുള്ളൂ. ഓക്കെ, അടുത്ത കാര്യങ്ങളൊക്കെ അടുത്തതായിട്ട് കാണിച്ചു തരാം. അടുത്തടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. ഓക്കെ, ഹലോ, ഗുഡ് ഈവനിങ്. സോ ഇന്ന് സാറ്റർഡേ ആണ്. ഇന്നാണ് നമ്മൾ ട്രിപ്പ് പോകുന്ന ദിവസം. 22 ഓഗസ്റ്റ്. ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 3:30 ആയിട്ടുണ്ട്. നമ്മൾ 4:30 ആകുമ്പോൾ ഇറങ്ങാനാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ഡിലേ ആവരുതല്ലോ. കാരണം നമ്മുടെ എല്ലാവരുടെയും ഫസ്റ്റ് ഫ്ലൈറ്റ് ആണ്. അപ്പൊ ഡിലേ ആയിക്കഴിഞ്ഞാലുള്ള റഷ് നമുക്ക് അൺസഹിക്കബിൾ ആണ്. അതിലും നല്ലത് ഇച്ചിരി നേരത്തെ ആണെങ്കിലും എത്തണതാണ്. അത് മാത്രമല്ല, ഇന്ന് നല്ല ബ്ലോക്ക് ഉണ്ട്. ഇന്ന് 4th സാറ്റർഡേയും കൂടി ആയതുകൊണ്ട് അത്യാവശ്യം നല്ല ബ്ലോക്ക് ഉണ്ട്. രാവിലെ ഞാനും അമ്മയും കൂടി ഒന്ന് ഹോസ്പിറ്റലിൽ പോകേണ്ട കാര്യം ഉണ്ടായിരുന്നു. അപ്പൊ പോയപ്പോ തന്നെ രാവിലെ തന്നെ നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. പിന്നെ വൈകുന്നേരത്തെ കാര്യം പറയണ്ട. ഓണത്തിന്റെയും കൂടി ആയതുകൊണ്ട് പിന്നെ പറയാനേ ഇല്ല. പിന്നെ നല്ല മഴയും പെയ്യുന്നുണ്ട്. രാവിലെ മുതൽ നിർത്താണ്ട് മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. മഴ വരും, പോകും, വരും, അങ്ങനെയാണ്. നമ്മൾ 4:30 ആകുമ്പോൾ ഇറങ്ങാനാണ് ഉദ്ദേശിക്കുന്നത്. 6 മണിക്കാണ് എത്താൻ പറഞ്ഞേക്കുന്നത്. സോ അതനുസരിച്ച് നമ്മൾ ഇറങ്ങും. പോകുന്ന സ്ഥലം ഇതാന്നൊക്കെ അടുത്തടുത്ത വീഡിയോയിലായിട്ട് പറയാം. എങ്ങനെയാണ് ഇത് വരാന്ന് എനിക്കറിയില്ല ഈ ബ്ലോഗൊക്കെ. കാരണം എന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ എടുത്തിട്ടില്ല. പിന്നെ ഞാൻ ഓർത്ത് ഇങ്ങനെ വല്ലപ്പോഴൊക്കെയാണ് നമ്മൾ ട്രിപ്പൊക്കെ പോകുന്നത്. അത് ഈ ഇയർ ആണെങ്കിൽ നമ്മൾ ഓൾറെഡി ഒരു പ്രാവശ്യം വർക്കില് ആദ്യമായിട്ട് ഫാമിലി ആയിട്ട് മീൻസ് ഒരു കുറച്ചധികം ദിവസം സ്പെൻഡ് ചെയ്യുന്ന രീതിയിൽ ട്രിപ്പ് പോയത്. അല്ലെങ്കിൽ നമ്മൾ ട്രിപ്പ് പോകാറുണ്ട്, പക്ഷെ അത് 1 ഡേ അങ്ങനെയൊക്കെ ആയിട്ടാണ്. ഇതിപ്പോ 1 വീക്ക് ആയിട്ട് പോവുകയാണ്. അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് കൂടി ഉണ്ട്. പക്ഷെ എന്താ വെച്ചാൽ അമ്മയില്ല, അമ്മയപ്പനെ വന്നില്ല. അതിന്റെ ഒരു ബാഡ് ഉണ്ട്. എന്നാലും എന്താ ഒരു എക്സ്പ്ലോർ ചെയ്യാൻ മാക്സിമം. അവരൊക്കെ ഇനിയും ജിഫിൻ ചേട്ടനൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. കൊച്ചും ഇതിന്റെ കഴിഞ്ഞ് അതിന്റെ എല്ലാം. കാരണം എന്ന് വെച്ചാൽ മിക്കപ്പോഴും ഞാനാണ് ലേറ്റ് ആവാറ്. അതുകൊണ്ട് ഞാൻ ഈ പ്രാവശ്യം നേരത്തെ റെഡിയായി. ഞാൻ അവരുടെ വീട്ടിലോട്ട് പോകണം എനിക്ക്. ബാക്കിയൊക്കെ അടുത്തടുത്ത വീഡിയോയിലായിട്ട് കാണിക്കാം. ഞങ്ങള് വർക്കല പോയപ്പോ വാങ്ങിയതാ. നമ്മളെങ്ങാടാ പോണം? നമ്മളിപ്പോൾ ഡൽഹി എയർപോർട്ടിലെ വെയിറ്റിംഗ് ഏരിയയിലാണ്. നമ്മുടെ നെക്സ്റ്റ് ഫ്ലൈറ്റ് വന്നിട്ട് മോർണിംഗ് 7:30-ക്കാണ്. അപ്പോൾ അതുവരെ നമ്മളിവിടെ വെയിറ്റ് ചെയ്യണം. വെയിറ്റ് ചെയ്യുമല്ലേ? ഡൽഹി എയർപോർട്ട് മനുഷ്യരില്ല. ഇത് ചൂടാണ്. ഹോട്ട് ചോക്ലേറ്റ് കുടിക്കാനാണ് ചുറ്റും അല്ലേ? ഇപ്പൊ രാത്രിയല്ല, വെളുപ്പിന് ഒരു
രണ്ട് മണിയാ, 1:45 ഡൽഹി എയർപോർട്ടിൽ നമ്മൾ വെയിറ്റ് ചെയ്യാണ്. നോക്കിയേക്കേ നോക്കിയേ, നമുക്കിപ്പോൾ കിടക്കാനുള്ള സ്പേസ് ഒന്നും കിട്ടില്ല. നമ്മൾ ചെയറിലിരിക്കുന്നതാണ് ഒരു ഹോട്ട് ചോക്ലേറ്റ് എന്ന് പറഞ്ഞിട്ട്. നല്ല റേറ്റ് ഉണ്ട് ഇവിടെ. 410 രൂപയാണ് ടാക്സ് ഉൾപ്പെടെ വന്നത്. 310 രൂപയാണ് ഹോട്ട് ചോക്ലേറ്റിന്, ബാക്കി 410 രൂപ ആണ് വന്നത്. അത് ടാക്സിൻ്റെ റേറ്റ് ആയിട്ട്. പിന്നെ ഉണ്ട് ഇവിടെ പിന്നെന്താ കൂമ്പ് ടപ്പയുണ്ട്. ചേട്ടൻ അപ്പുറത്ത് ഉറങ്ങണേണ്. എങ്ങനെ ഉണ്ടായിരുന്നു ഫസ്റ്റ് ഫ്ലൈറ്റ് എക്സ്പീരിയൻസ്? എന്നിങ്ങോട്ട് വളരെ നല്ലതായിരുന്നു. 2 പേർക്കാണ് വിൻഡോ സീറ്റിലിരിക്കുന്നത്. എനിക്കും ഫ്ലൈറ്റ് ഇഷ്ടമായി. ടിക്കറ്റിന് എങ്ങനെ ഉണ്ടായിരുന്നു ഫ്ലൈറ്റ്? എന്നാലും സൂപ്പറായിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാ? ചേട്ടാട്ടില്ല ലൈറ്റൊക്കെ ഇങ്ങോട്ട് അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമായി. അതൊക്കെ ടിക്കറ്റിന് ഇഷ്ടപ്പെട്ടു. അടിപൊളിയായിരുന്നു. പിന്നെ മേലിന് ടൈറ്റനെന്ന് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അടിപൊളിയായിരുന്നു. നമ്മളിപ്പോൾ നൈറ്റ് ഫ്ലൈറ്റ് ആയതുകൊണ്ട് അധികം വ്യൂ ഒന്നും നമുക്ക് കിട്ടിയില്ല. ലാൻഡിങ്ങും ടേക്ക് ഓഫിൻ്റെ ടൈമിലുള്ള ആ ഒരു ലൈറ്റും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് കൂടുതൽ കാണാൻ പറ്റിയത്. പിന്നെ ചെറിയ ഇടിമിന്നലും കാര്യങ്ങളൊക്കെ ഉണ്ട്, മഴയും ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ടായിരിക്കും. അപ്പം ഇനി അടുത്ത ഫ്ലൈറ്റ് മോർണിംഗ് ആണ്. ആ ടൈമിൽ നമുക്ക് നല്ല വ്യൂ കിട്ടും. അപ്പോൾ അത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് നല്ല രീതിക്ക്. അതാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് കാണാൻ വേണ്ടിയിട്ട്. അതിൻ്റെ വ്യൂവും കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്ത് ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ഓർക്കും എനിക്ക് ആ ലോകത്തിൽ ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ കയറുന്ന ആൾ ഞാനാണ്, അങ്ങനത്തെ ഒരു തോട്ടൊക്കെ വരും. പക്ഷേ ഇതൊക്കെ ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് റീച്ചിന് വേണ്ടിയിട്ട് ഒന്നിനുമല്ല. എനിക്ക് ഇതൊക്കെ ഒരു മെമ്മറി ആയിട്ട് ഇവിടെ കിടക്കും. അത് ഇടയ്ക്കിടയ്ക്ക് ഇരുന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. ഫോണിൽ നിന്ന് പോയാലും യൂട്യൂബിൽ നിന്ന് പോകില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. വേറെ ഒരു റീസണും ഇല്ല. ഭയങ്കര തണുപ്പായി തുടങ്ങി ഡൽഹിയിൽ. ഒന്നാതെ ഇവിടെ നല്ല തണുപ്പുണ്ട്. AC കൂടി ഇട്ടിട്ട് നല്ല തണുപ്പുണ്ട്. ഉറങ്ങാനും സ്ഥലമില്ല, ഉറക്കം വന്നിട്ട്. അടുത്ത ഫ്ലൈറ്റ് 7 മണിക്കായതുകൊണ്ടിട്ട് 5 മണിക്കൂർ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ഇരിക്കണം. മൂന്നര മണിയായി. തരി പോലും ഉറങ്ങാൻ പറ്റാനില്ല. നല്ല ഉറക്കം വരാണ്ട്, പക്ഷെ ഉറങ്ങാൻ പറ്റാനില്ല. നമ്മൾ ടേക്ക് ഓഫിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. നെക്സ്റ്റ് ഫ്ലൈറ്റ് കയറിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു 7:20 7:20 ആയിട്ടുണ്ട്. Your attention, please requesting all passengers to fasten their seatbelt, upright your seat back, close your tray table, and open the window shade. Thank you. ആണ് നമ്മുടെ റൂം. അനങ്ങാൻ പറവല് നിൽക്കുന്നത്. ഇവിടെ ബാൽക്കണിയാണെന്ന് തോന്നുന്നു. ഒരു ബാൽക്കണി. ഞാൻ അപ്പോൾ വന്നേക്കുന്ന സ്ഥലം എവിടെയെന്ന് മെൻഷൻ ചെയ്തില്ല. നമ്മൾ വന്നത് കാശ്മീരാണ്.
റൂമിൽ എത്തി. എടുക്കാനൊന്നും ടൈം കിട്ടിയില്ല, നമ്മൾ വേഗം ഇറങ്ങി. ഇപ്പൊ നമ്മൾ എന്താണ് ഈ ഗാർഡന്റെ പേര്? മുഗൾ ഗാർഡൻസിൽ വന്നേക്കാണ്. നമ്മൾ ഇവിടെ നിന്ന് ഇപ്പൊ തന്നെ ഇറങ്ങും അടുത്ത സ്പോട്ടിലേക്ക് പോവാനായി. കൊറേ ഫ്ലവേഴ്സ് ഒക്കെ ഉണ്ട്, വാട്ടർഫോൾ ഉണ്ട്, അടിപൊളിയാണ്. തണുപ്പുണ്ട്, വെയിലായിട്ടുണ്ടെങ്കിലും തണുപ്പാണ്. എന്നെ ഈ ഡ്രസ്സിൽ കണ്ടപ്പോ എല്ലാരും ഞാൻ ഇവിടത്തെ ആളാന്ന് തെറ്റിദ്ധരിച്ചു തോന്നണം. എല്ലാരും നോക്കണുണ്ട്. ആണ് പറഞ്ഞു നോക്കണെന്നാണ് തോന്നുന്നു. അടുത്ത ഗാർഡനിൽ വന്നിരിക്കുകയാണ്. അയ്യോ, ഒരാളവിടെ ഇവിടെ കേട്ട് നടക്കണയാണ്. ഡാൽ ലേക്കിലെ ഒരു വ്യൂ ആണ് ഈ കാണുന്നത് കേട്ടോ. ഭയങ്കര നൈസാണ്. ഞങ്ങൾ ഈവനിങ് ആണ് ഇറങ്ങുന്നത്. സൺസെറ്റില് നൈസായിട്ടുണ്ട്. ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് വേണ്ട, ഞാൻ ഇടൂല സിൽവർ, ഞാൻ ഇടൂല. കപ്പിൾസ് ഓൺ ദ ഫ്ലവർ. നമ്മളില്ലേ ഒരു അത്തറിന്റെ കടയിൽ കയറി. ശരിക്കും പൊന്നു, അത്തറും അതുപോലെ തന്നെ ഡ്രസ് ഷോപ്പിന്റെയും കടയിൽ കയറി. ഇവിടേക്കും ഭയങ്കര മാർക്കറ്റിംഗ് ആട്ടോ. ലൈക്ക് എന്താണ്, നമ്മളെ കൊണ്ട് അവര് മാക്സിമം വാങ്ങിപ്പിക്കാൻ വേണ്ടി നോക്കും. മാക്സിമം ഒരു പണി എടുക്കും. നല്ല ഇവര് തമ്മില് ഭയങ്കര ഡിസ്കഷനാണ്. നമുക്ക് മനസ്സിലാവാണ്ടിരിക്കാൻ വേണ്ടി ഇവരുടെ ഭാഷയിൽ ഇവര് സംസാരിക്കും. അപ്പൊ നമുക്ക് മനസ്സിലാവില്ലല്ലോ. അതാണ് ഇവരുടെ ടെക്നിക്ക്. ഇവരുടെ ഭാഷയിൽ ഇവര് സംസാരിക്കും. നമ്മള് കാശ്മീരിലെ ഫേമസ് മൂൺലൈറ്റ് വാൾനട്ട് ഫഡ്ജ് ഷോപ്പിൽ കയറാൻ പോവാണ്. ഫഡ്ജ് വാങ്ങാൻ, ഫഡ്ജ് ബ്രൗണി. ലെറ്റ്സ് ചെക്ക് ഇറ്റ് ഔട്ട്. ഹൗ ഇസ് ഇറ്റ്? എന്ത് സാധനം? ഇത് മട്ടൺ കബാബ്. ചട്നി, എന്ത് ചട്നിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയില്ല. വേണമെങ്കിൽ കഴിച്ചാ പോരെ. ചിക്കൻ കുഴപ്പമില്ല കേട്ടോ, നല്ലതാ, അത്ര മോശമൊന്നുമല്ല. നല്ലതാ, നീ വേണേ ഫ്രഷ് ആണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. വാൾനട്ട് വാങ്ങിയ നോക്കട്ടെ കേട്ടോ. നമ്മള് കബാബ് വാങ്ങി. തണുത്തിരിക്കണം. ഹലോ
ലോക്ക്. നമ്മുടെ റൂമിൻ്റെ കീ നമ്മൾ അകത്തുനിന്ന് പൂട്ടി ആണ് പോയത്. എന്നിട്ട് അത് ലോക്കായി പോയി. അപ്പോൾ അവർ വേറെ സെറ്റാക്കി തന്ന്. ഞാൻ തുറന്നു നോക്കട്ടെ. തുറയാനുള്ള നമ്മൾ ഡിന്നറൊക്കെ കഴിച്ച് കഴിഞ്ഞു. നമ്മൾ കിടക്കാനുള്ള പ്ലാനിലാണ്. കാരണം എന്ന് വെച്ചാൽ നാളെ നമുക്ക് നേരത്തെ എണീക്കണം. നാളെ ഹോഴ്സ് റൈഡൊക്കെയാണെന്നാണ് പറഞ്ഞേക്കുന്നത്. പക്ഷെ അറിയില്ല, ക്ലൈമറ്റ് അനുസരിച്ച് ചിലപ്പോൾ ചേഞ്ചസ് ഉണ്ടാവും. എന്നാലും രാവിലെ എണീക്കണം, അതിൽ ചേഞ്ച് ഒന്നുമില്ല. അപ്പോൾ ഡിന്നറൊക്കെ നേരത്തെ കഴിച്ച് ഇന്ന് എന്തായാലും നേരത്തെ കിടക്കണം. കാരണം എന്ന് വെച്ചാൽ ഇന്നലെ ഞാൻ ഒട്ടും ഉറങ്ങിയിട്ടില്ല. ഞാൻ ആദ്യമായിട്ടാണ് ലൈഫിൽ ഇങ്ങനെ കണ്ണും തുറന്ന് ഒരിച്ചിരി പോലും ഉറങ്ങാണ്ടിരിക്കണം. അതുകൊണ്ട് ഇന്ന് നല്ല ടയേർഡാണ്. ആടിയാണ് നിൽക്കണത് തന്നെ. അപ്പോൾ ഇരുന്നാണ് ഫുള്ള് ഇരിപ്പായിരുന്നു. ഇന്നലെ മുതൽ വൈകുന്നേരം മുതൽ ഇന്ന് വരെ ഫുള്ള് ഇരിപ്പായിരുന്നു. ഇരിപ്പ് നിപ്പ് നടക്കും. അതുകൊണ്ട് ഞാൻ ഇപ്പം കിടക്കും. നല്ല ടയമാണ്. ഞങ്ങൾ എല്ലാവരും കിടക്കാൻ പോണേണ്. സോ അപ്പോൾ നാളത്തെ ഇന്നത്തെ ഡേ ഇവിടെ എൻഡ് ചെയ്യാണ്. അടുത്ത നാളത്തെ വ്ളോഗ് നാളെ മോർണിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് മോർണിംഗ്. റെഡിയാണ്. ഗുഡ് മോർണിംഗ്. ഇന്ത്യയാണ് പച്ചപ്പ്. കുഞ്ഞാവാ ടിറ്റു ടിറ്റു ടിറ്റുമണി. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. പിന്നെ ഇതാണ് നമ്മുടെ ഔട്ട്ഫിറ്റ്, ടുഡേയ്സ് ഔട്ട്ഫിറ്റ്. നല്ല കേട്ടാ ചിറ്റുവിൻ്റെ ഔട്ട്ഫിറ്റ്. ഇറങ്ങാം, ഫുഡ് കഴിക്കാം. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകാനാണ്. 7:30 ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ബ്രേക്ക്ഫാസ്റ്റ്, മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ്. ചിറ്റു എന്താ കഴിക്കാം? ചിറ്റു സ്പൈഡർമാൻ ബ്രേക്ക്ഫാസ്റ്റ്. എങ്ങനെയുണ്ട് ചിക്കുഞ്ഞൂടാ? പിന്നെ പൊന്നൈസാണ്. ഇത് പുലാവാണ്. പൊട്ടറ്റോ കറി, പൂരി, ഓട്സ്, ടീ, മസാല ടീ. ഷോപ്പിങ്ങിന് ഇറങ്ങിയാണ്. ഇവിടെ നല്ലൊരു കടയാണ്. ഇവരുടെ തന്നെ എന്താ നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ് ഒക്കെ ഉണ്ട്. റേറ്റ് പക്ഷെ കാവ, ഇവിടുത്തെ കാവ കാശ്മീരി കാവ. നല്ല ക്വാളിറ്റിയുള്ള ഡ്രസ്സൊക്കെ ഉണ്ട് ഇവിടെ. റേറ്റ് ഉണ്ട് പക്ഷെ എന്നാലും നല്ല ക്വാളിറ്റി ഉണ്ട്. കൊള്ളാം. കാണിച്ചു തരാട്ടെ ഇവിടുത്തെ ഒരു കളക്ഷനൊക്കെ കാണിച്ചു തരാം. ഇത് കണ്ടോ, ക്വാളിറ്റി ഉണ്ട്, നല്ല മെറ്റീരിയൽ. റേറ്റ് ഉണ്ട് പക്ഷെ നമുക്ക് വാങ്ങാൻ പൈസ ഉള്ളവർക്കൊന്നും വാങ്ങാം. ഞങ്ങളിപ്പോൾ കുറേ ഒന്നും എടുത്തില്ല. അമ്മക്കും പിന്നെ ഹീനയുടെ 2 സിസ്റ്റേഴ്സ്, ബ്രദറിൻ്റെ സിസ്റ്റേഴ്സ് എടുത്ത്. റോഡ് വഴി നമ്മളിപ്പോ പോകണത്, നമ്മൾ ആദ്യം ശ്രീനഗറിലായിരുന്നു സ്റ്റേ ചെയ്തത്. നമ്മളിവിടെ നിന്ന് ശ്രീനഗറിൽ ഇറങ്ങി ബഹലല്ല ഗുൽമാർഗിലോട്ടാണ് പോകുന്നത്. നെക്സ്റ്റ് സ്പോട്ട് ഗുൽമാർഗാണ്. കേൾക്കണ്ടാന്ന് പറഞ്ഞോട് ഗുൽമാർഗിലോട്ടാണ്. സ്ഥലം ഭയങ്കര ഒരു വില്ലേജാണ്.
കുതിരകളിൽ കയറാൻ പോവാണ്. ഇതാണ് കുതിര. ഇതാണ് നമ്മുടെ കുതിര കേട്ടാ. ഇതാ വന്നത് ആ പുള്ളി ബ്ലാക്ക് ഇട്ട ആള് വന്നു. ടെൻഷനാ വേണ്ടിട്ട് അതെങ്ങനെ പോകുന്ന അറിയില്ല. നല്ല ടെൻഷൻ ഉണ്ട്. കുതിര നല്ല കുതിരയാണ്. മെനയൊക്കെ ഉള്ള മെനയൊക്കെ ഉള്ള കുതിരയാണ്. നോക്കാം, ബാക്കി വീഡിയോ ഞാൻ എടുക്കാട്ടാ. ഓ കുതിര എടാ ഞങ്ങളിപ്പോ സോൻമാർഗിലെത്തി. ഇവിടുത്തെ ഗ്ലേഷ്യർ വെറുതെ കിടിലെന്ന് പറഞ്ഞാലേ പൊളിച്ച് അത്ര അടിപൊളി. ഞാൻ കാണിച്ചുതരാം. ഹോഴ്സ് റൈഡൊക്കെ വെറുതെ പൊളിയാണ്. പക്ഷെ നല്ല ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര കാറ്റ് തണുപ്പയിലാണ്. പക്ഷെ എന്നാലും നല്ല ഒരു തണുപ്പുള്ള ക്ലൈമറ്റ് കേട്ടോ. ഞാൻ കാണിച്ചുതരാം. വെള്ളമൊക്കെ കാണിച്ചുതരാട്ടോ. നൈസാണ്. നോക്കടാ ഇവിടുത്തെ വ്യൂ കണ്ടോ. ഭയങ്കര അടിപൊളിയാട്ടോ. ഭയങ്കര അടിപൊളി വെള്ളമാണ്. ചുറ്റും മാഗി കഴിക്കണം. എങ്ങനെയുണ്ട്? കുതിരയുടെ ഫുഡ് ടൈം ആണെന്ന് നോക്കാം. കുതിരയുടെയൊക്കെ ഒന്ന് പാട്ടം വയ്ക്കുന്നു. നമ്മളെ കൊണ്ടുവന്ന കുതിരയാണ് ഇത്. ഇതിലൊക്കെ നമ്മള് കുറച്ചെങ്കിൽ തന്നെ റിട്ടേൺ പോകും. അല്ലാതെ വെള്ളമൊക്കെ കുടിക്കണം. അതൊക്കെ ഫുഡൊക്കെ കഴിച്ച് നമ്മളത് ഇവിടുത്തെ ഫേമസ് ഇതെന്നാ ഒരു ആ പാറാത്തരാക്കി ഇത് വെച്ചിട്ടുണ്ട്. നമ്മള് ഇന്നത്തെ ലാസ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് എത്തി. എന്താണ് ഹസ്രത് ബൽ. അവിടുത്തെ മോസ്കിലാണ് നമ്മൾ കേറാൻ പോണ. കേറിയിട്ട് വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റുമോന്ന് അറിയില്ല. എന്നാലും കിട്ടണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഓക്കെ. ഇവിടെ എവിടെ നോക്കിയാലും ഈ പോലീസുകാരും പട്ടാളക്കാരും ഒക്കെ മാത്രമേ എല്ലായിടത്തും എല്ലാ സ്ഥലത്തും. എനിക്കിതിപ്പോ സോൻമാർഗിലാണ് നമ്മളുള്ളത്. പക്ഷെ പഹൽഗാമിലോട്ട് നമ്മൾ അടുത്ത പോണ സ്ഥലത്ത് ഇതിലും നല്ല പോലീസുകാരുടെ അല്ലെങ്കിൽ പട്ടാളക്കാരുണ്ടാവുന്നതാണ്. നല്ല സ്ട്രിക്റ്റ് ആയിട്ടുള്ളതാണ്. ഇപ്പൊ ശ്രീനഗറിലെ എയർപോർട്ടിൽ തന്നെ ഒരു ലാൻഡ് ചെയ്യുന്ന സമയത്ത് അനൗൺസ് ചെയ്തായിരുന്നു, ശ്രീനഗറിലെ എയർപോർട്ടിന്റെ അകത്ത് ഒരു കാരണം വെച്ചാൽ ഒരു ഫോട്ടോയും വീഡിയോസും എടുക്കാൻ പാടില്ല, ഹൈലി പ്രൊഹിബിറ്റഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ചെയ്യണത് ഇല്ലീഗലാന്ന് പറഞ്ഞ് പണിഷബിൾ വന്ന് നേരത്തെ തന്നെ ഇൻഫോർമേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത്രയും ഇവര് കൊണ്ടു നടക്കുന്ന സ്ഥലമാണ്. മീൻസ് ഈ സോൾജേഴ്സ് കൊണ്ട് നടക്കുന്ന സ്ഥലമാണ് കാശ്മീർ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അത്രയും എന്താ സേഫാണ്. പക്ഷെ അതുപോലെ നല്ല റിസ്ക് ആയിട്ടുള്ള പ്ലേസ് ആണ്. കണ്ടാ ഒരു വ്യൂ കണ്ടോ. ഇവിടത്തെ ഒരു ഈവനിങ് വ്യൂ നൈസാണ്. ഇവിടുത്തെ സ്ട്രീറ്റ് ആണ്. ഇപ്പൊ കണ്ട ഇപ്പൊ ടൈം 6:57 വൈകുന്നേരമായി. പക്ഷേ ഇവിടെ ഭയങ്കരമായിട്ട് ഈവനിങ് വൈബിൽ തന്നെ നിൽക്കണേ. ഇരുട്ടായിട്ടില്ല. രാത്രി കുറവാണ്. ഇന്നലെ നമ്മളെ 7 മണി 7 ഇരുട്ടായിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ നമുക്ക് ഈ ടൈമിലൊക്കെ ഇവിടെ നടക്കുമ്പോ ആ ഒരു ഈവനിങ് ഫീൽ തന്നെയാണ്. ഈവനിങ് ഒരു വൈബാണ്. 7 മണി ആയി. ആക്ച്വലി 7 മണി ആയിട്ടും ഈ ഒരു വെളിച്ചം
നമ്മൾ ഇന്നലെയാണ് നമ്മുടെ പാക്കേജിലാണല്ലോ, പാക്കേജിൽ ഇന്നലത്തെ ഡേയിലായിരുന്നു എന്താ പള്ളിയിൽ പോകുന്നുണ്ടായിരുന്നത്. അപ്പം നമ്മൾ ആ ഒരു ഇതിൽ ഞാനും ഇനിയും ഡ്രസ്സ് പുറത്തേക്ക് ഇട്ടുകൊണ്ട് വന്നു. പക്ഷേ ഇന്നലെ ലേറ്റ് ആയിപ്പോയി മൊത്തത്തിൽ, അതുകൊണ്ടിട്ട് കയറാൻ പറ്റിയില്ല. അപ്പം ഇന്ന് അവർ പറഞ്ഞ് കുഴപ്പമില്ല കയറ്റും, എന്തേലും പ്രശ്നം ഉണ്ടെങ്കിൽ ഡ്രസ്സ് അവർ സെറ്റാക്കുക എന്നാണ് പറഞ്ഞേക്കണത്. ഞങ്ങളിപ്പോൾ ജീൻസ് ടോപ്പാണ് ഇട്ടേക്കണത്, ഞങ്ങൾ വേറെ ഡ്രസ്സൊന്നും കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ ഡ്രസ്സിൻ്റെ കാര്യത്തിൽ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്. എവിടം വരെ കയറാൻ പറ്റുമെന്നും അറിയില്ല. ഉള്ളിലേക്ക് എന്തായാലും ഈ ഡ്രസ്സിൽ കയറ്റുമെന്ന് ഒട്ടും തോന്നല്ല. എന്നാലും മാക്സിമം നോക്കാം. വേണ്ട 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 നമ്മളൊരു സാധനം വാങ്ങിയിട്ടുണ്ട്. ഇവിടുത്തെ ഒരു ഫേമസ് സ്വീറ്റ് ആണ്. പേര് ചോദിക്കാൻ പേര് പറഞ്ഞവര്, പക്ഷെ മറന്നുപോയി. അതെന്താ വെച്ചാ എന്താ പേര്? രാജു. പോടത്. ഇതെന്താണ് ഇങ്ങനെ ഒരു റൊട്ടിയുടെ അകത്ത് ഇങ്ങനെ ഒരു ഹൽവ പോലത്തെ ഒരു സാധനം വെച്ചിട്ട് അതിന്റെ ഉള്ളിൽ ഇരുന്ന് കഴിക്കണം. നമുക്ക് അതൊന്ന് നോക്കാട്ടോ, കാണിച്ചാലോ. എന്നുവെച്ചാ ഹാർഡാണോ? കേസരി വെച്ച പോലെ എന്തോ സാധനം. മധുരമുണ്ട്, ഭയങ്കര അടിപൊളിയൊന്നും അല്ല, മധുരമാണ്. കറക്റ്റ് പൂരിക്കും പഞ്ചസാര. പക്ഷെ ഭയങ്കര നെയ്യുടെ മണോ അല്ലേ? ഇതിന്റെ തലയുടെ മേളില് കൊതുക് മത്സരം. ഒരു ബൈറ്റ് കഴിക്കണം കേട്ടോ. എല്ലാം ഭയങ്കര വെറൈറ്റി ടേസ്റ്റ് ഒന്നുമില്ല. നമ്മളപ്പോ ഡാൽ ലേക്കിന്റെ സൈഡിലേക്ക് പിന്നെ എത്തിയിട്ടുണ്ട്. കാരണം വേറെ ഒന്നുമല്ല, നമ്മൾ ആ ഒരു ഇവിടുത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു സാധനമാണ് ഇവിടുത്തെ ഫിഷ് ഗ്രില്ല്. അതിന്റെ ഒരു ചട്നിയും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. അപ്പൊ അത് കഴിക്കാൻ വേണ്ടി അതിവിടെ ഡാൽ ലേക്കില് ഗാട്ട് 14 വരാനാണ് നമ്മുടെ ആള് പറഞ്ഞത്. 19 ആണെന്നാണ് കേട്ടേക്കുന്നത്. ബട്ട് 14 ഉണ്ട് എന്ന് പറഞ്ഞൊരു ഫേമസ് ആയിട്ടുള്ളത്. ഹായ്, നല്ല ടൈം. ഷോപ്പ് അടച്ച് നമ്മള് 14 ഷോപ്പ് അടച്ചിട്ടേക്കണേ. അപ്പൊ നമ്മള് നെക്സ്റ്റ് ഷോപ്പ് ഏറ്റവും ഫേമസ് ആയിട്ടുള്ളത് 19 ഗാട്ട് 19. അതായത് ഡാൽ ലേക്കിലെ ഗാട്ട് 19. കറക്റ്റ് ഗാട്ട് 19 അവിടെയാണ്. നമ്മള് അങ്ങോട്ട് നടക്കാനുള്ളതേ ഉള്ളൂ എന്നാണ് ഇവിടുത്തെ ഓട്ടോറിക്ഷ പയ്യ പറഞ്ഞത്. അപ്പൊ നമുക്ക് അങ്ങോട്ട് നടക്കാം. അടച്ചിട്ട് നമ്മൾ എത്തിയിട്ടാ. ഇതാണ് നമ്മുടെ സ്പോട്ട്. ഇവിടെയാണ് ഫിഷ് ബിരിയാണി. ഈ ചേട്ടനാണ് ഫേമസ് ആയിട്ടുള്ളത് കേട്ടോ. ഇത് കറക്റ്റ് ലൊക്കേഷൻ ഗാട്ട് 19 തന്നെയാണ്. 19 ഡേയിന്റെ ഇതുണ്ടോ, ഇത് 19A. അതിന്റെ ഓപ്പോസിറ്റ് ആണ് ചേട്ടൻ്റെ കട. ട്രൈ ചെയ്തിട്ട് ഞാൻ പറയാം. ഈ ഡാൽ ലേക്കിലെ നൈറ്റ് വ്യൂ രക്ഷയില്ല കേട്ടോ, ഭയങ്കര ഭംഗിയാണ്. ആ കാണുന്ന ലൈറ്റിന്റെ അതൊക്കെ ഫ്ലവർ ഷോപ്പാണ്. എല്ലാം ഫ്ലവർ ഷോപ്പും മാർക്കറ്റും ഡ്രസ്സിന്റെ ഷോപ്പും എല്ലാം ആണ് കാണുന്നത്. This is walnut sauce. Okay. This is almond. Okay. This is onion. Okay. Like this. This is walnut. It's walnut. Okay. This is cucumber. Cucumber. And what about that one? And what is this? This is chapati. Roti. Roti. Khatam. Lawasa bolte hain. ये आपकी ट्राउट रेडी. Thank you. चटनी के साथ खाना इसको. Okay. കഴിക്കാം. കഴിക്കാം. ഇതാണ് ട്ടോ നമ്മുടെ സാധനം. വാൾനട്ട് ചട്നി, ഓണിയൻ ചട്നി, പിന്നെ എന്തൊക്കെയോ 2 ചട്നീസ്, പിന്നെ റൊട്ടി. കൂടെ റൊട്ടിയാണ് എന്ന കോമ്പിനേഷൻ. ട്രൈ ചെയ്യാട്ടോ. എങ്ങനെയുണ്ട് ടു? കൊള്ളാം. എരിവില്ലല്ലോ. കഴിക്ക്. ഇനി വേണോ? തിരിച്ചു കൊടുക്കണം കേട്ടോ. കഴിക്കാടോ. മീനേ ഇതെടുത്ത് ഫ്രഷ് ആയിട്ട് ഈ പുഴയെന്ന് പിടിക്കണേന്ന്. ഫ്രഷിന്റെ ആണെന്ന് പറയാൻ പാടില്ല. എനിക്ക് മീൻ ഡോഗ് ഇത് നോക്കിയ സ്ട്രീറ്റ് ഡോഗ് ആണ്, പക്ഷെ എന്റെ സൈസ് ഉണ്ടോ?
ടേസ്റ്റ് പോയല്ലോ. അവരല്ലല്ലോ. നോർമൽ ഒരു ഫിഷ് ഫ്രൈഡ് ടേസ്റ്റ് അല്ല, ഗ്രില്ല് ഫിഷ് ആണ്. കൊള്ളാം. അതെ ഇഷ്ടമായാ? ബാക്കി കഴിക്കട്ടെ ട്ടാ. 600 rupees ആണേ ഈ ചെണ്ടയുടെ. 600 rupees ആണ് ഈ ഫിഷും റൊട്ടിയും കൂടെ. ഒരാള് വളരെ കാര്യമായിട്ടിരുന്ന് ഫിഷ് കഴിക്കുന്നു. ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എനിക്ക് ഇഷ്ടമായി, ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി. ഇവൻ വരെ കഴിച്ചു, പിന്നെ പറയണ്ട. ഇവൻ അങ്ങനെ കഴിക്കാത്ത ഒരാളാണ് ഫിഷ് ഫ്രൈ ഒക്കെ, പക്ഷെ ഇത് കഴിച്ചു. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. We are going to Gulmarg for cable car. കേബിൾ കാർ റൈഡിലാണ് നമ്മൾ ഇന്ന്. phase 1 phase 2 ആണ് പോണത്. ഗുൽമാർഗില് ഗൊണ്ടോളയില് കേബിൾ കാറില് കേറാൻ വേണ്ടിട്ട് വരികയാണ്. നമ്മുടെ കൂടെ പാക്കേജ് അവരെ കാണിച്ചുതരാം. പിന്നെ ഒരു 4 ബാക്കിയുള്ളവർ ബാക്കിലാണ്. ക്യൂ ഉണ്ട്, നല്ല ക്യൂ ഉണ്ട്. നമ്മളത് കേറാൻ പോവാണ്. ഓൾമോസ്റ്റ് ആയി. അത് കേറിയിട്ടുണ്ട്. സപ്പോർട്ടുള്ളതുകൊണ്ട് കുഴപ്പമില്ല. വീഡിയോ എടുക്കോ? ഇങ്ങോട്ട് ഒരു വീഡിയോ എടുക്കോ? സോ നമ്മള് phase 1 കഴിഞ്ഞ് നെക്സ്റ്റ് phase 2ലേക്കുള്ള നല്ല പോണേ കേട്ടോ. അവിടെ ഭയങ്കര അടിപൊളിയാണെന്ന് തോന്നുന്നു. നല്ല കോടയുണ്ട്. കാണിച്ചു തരാം മേളിലേക്കൊക്കെ. ഇതാണ് phase 2ന്റെ. ഇതിന്റെ മേളിൽ തന്നെ നല്ല തണുപ്പുണ്ട് കേട്ടോ. അതിന്റെ മേളിലാണെങ്കിൽ ചുറ്റൊക്കെ കോട കാണാം നമുക്ക്. മൗണ്ടൻസിന്റെ അവിടെ നല്ല തണുപ്പുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും കൂടിയൊക്കെ എടുത്തിട്ടുണ്ട്. നമ്മള് phase 2 കേറിയിട്ടുണ്ട്. ഇപ്പൊ ഒരു ജെറ്റ് പോലെ പോകട്ടെ. ഇതിപ്പോ പോകും. മേളിലൊക്കെ ഫുള്ള് കോടയാണ്. നമ്മൾ ആ സ്റ്റെപ്പിൽ നിന്നപ്പോ തന്നെ നല്ല തണുപ്പ്, നല്ല തണുപ്പും കാറ്റും. പിന്നെ മേളിൽ പറയണ്ട. നമ്മള് വണ്ടിയിൽ വന്നപ്പോ പോലും മേളിലൊരു സ്നോ പോലെ കണ്ടായിരുന്നു. വീഴ്ചയൊന്നുമില്ല, സ്നോ വീഴ്ചയില്ല. ഓൾറെഡി ഉള്ള സ്നോ ആ ഒരു പാറമേലിങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുന്നുണ്ടാവും എന്ന് പറഞ്ഞായിരുന്നു. മേളിലെത്തിയിട്ട് നോക്കാം. ഗായ്സ്, എത്ര അടി മേളിലാണ്. ഇത് വ്യൂ കണ്ട നോക്കിയേ, കോട. ഇതാണ് ശരിക്കും വരാൻ പറ്റിയ ടൈം കേട്ടാ. കറക്റ്റ് വരാൻ പറ്റിയ ടൈമാണ്. നമുക്ക് ആ പച്ചപ്പും ഹരിതാപവും ഒക്കെ നല്ലോണം അതെ അതെ, വളരെ നല്ലപോലെ വീക്ഷിക്കാൻ പറ്റും. ഇവിടെ ഒന്നും കാണുന്നില്ല. ഈ സൈഡ് ഒന്നും കാണുന്നില്ല. ടീമട്ടാ നമ്മളിവിടെ മേളില് ടോപ്പിലെത്തി. ഇവിടെ മഴ പെയ്യുന്നു. ഇവിടെ ഭയങ്കര തണുപ്പായി പോയിട്ട് പെട്ടെന്ന് മഴ പെയ്തു. അപ്പൊ നല്ല രീതിക്ക് കോട ആദ്യം പോയിട്ട് പിന്നെ കോട നല്ല രീതിക്ക് കയറി വന്നപ്പോ ഭയങ്കര തണുപ്പ്. നല്ല തണുപ്പെന്ന് പറഞ്ഞാൽ നല്ല തണുപ്പുണ്ട്. പക്ഷെ വ്യൂ ഒക്കെ വെറുതെ രക്ഷയില്ലാത്ത വ്യൂ ആണ്. എന്നാലും നമുക്ക് കാണുമ്പോ ചെറിയൊരു പേടിയുണ്ട്. കാണിച്ചുതരാം. അതെ, വീട് കഴിഞ്ഞാ തീർന്നു കാര്യമായിട്ട് തന്നെ. എല്ലാവരും ഒട്ടിഞ്ഞു പോവാ. അങ്ങനത്തെ എല്ലാം തീരും.
അത് സ്റ്റീപ്പാണ് താഴെ തന്നെ പോയേക്കും. നമ്മൾ മാത്രമല്ല എല്ലാരും ഉണ്ട്. അവരൊന്നും പോകുന്നില്ല. അവരൊന്നും പോകണമെന്നില്ല. കറണ്ട് പോയതായിരിക്കും. ആരടിക്കും എടി? അതെ, ഈ സാധനം റോപ്പ് അങ്ങനെ തന്നെ മൂവ് ചെയ്യണം, അല്ലാണ്ട് റോപ്പിൽ കൂടി ഇതല്ല മൂവ് ചെയ്യണം. ഇത് പെട്ടെന്ന് ഇന്ന് പോയിട്ടാ ഞങ്ങളിവിടെ ഇന്ത് സെന്ററിലായിട്ട് കിടക്കണ് മൊത്തത്തില്. അതാണെങ്കിൽ ഒരു ആട്ടം, ഒരുമാതിരി ആട്ടം. ടെൻഷനാണ്, ഭയങ്കര ടെൻഷനുണ്ട്. കറണ്ട് പോയതാണെന്ന് തോന്നണേട്ടാ, എന്താ അറിയില്ല. ഞങ്ങൾ എന്തോരം ഹൈറ്റിലാ നിക്കണേന്ന് നോക്കി. നല്ല ഹൈറ്റിലാണ് ഞങ്ങൾ നിക്കണത്. എന്റെ പകുതി ജീവനും എടുത്താല് ഹൈറ്റ് കാണിച്ചോണ്ട് സൗണ്ട് കേട്ടാ, ഇത് ആടനാണ്. കേട്ടാ ഈ സൗണ്ട് കേട്ടാ, ഇതിപ്പോ ഓണായി പിന്നെ ആടണ് ഇല്ല. വെറുതെ ഇരിക്കട്ടെ, എനിക്ക് പേടിയാവുണ്ട്. ഞാൻ ജോലിയോടൊക്കെ സിമ്പിൾ ആയിട്ട് ഇത് ആടിക്കൊണ്ടിരിക്കുമ്പോ മെഷീൻ ചീത്തായി പോയി ഗൈസ്. മെഷീൻ കേടായി. എനിക്ക് താഴേക്ക് ഇടാൻ വേസ്റ്റ് ഒന്നും താഴേക്ക് ഇടാൻ പാടില്ല. കണ്ടാ താഴെ നോക്ക്, ഇവിടുത്തെ ആടുകളൊക്കെ ആടുണ്ട്, കുതിരയുണ്ട്. പക്ഷെ ഇതൊക്കെ ആടല്ലട്ടാ, ഷീപ്പാണ്. കറക്റ്റ് ഷീപ്പ്. ഇതിന്റെ ആ പൂടെ ഉണ്ട് മറ്റേ സാധനം. ഇത് കണ്ട നല്ല നമ്മളിവിടെ പള്ളിയുടെ അകത്താണ്ട, പള്ളി കയറി നമ്മള് ഷോളൊക്കെ ഇട്ടിട്ട് ആദ്യമായിട്ട് കയറിയതാണ് കേട്ടോ. കറങ്കം അടി കിട്ടണേതുകൊണ്ടാണ് നമ്മള് കയറി. അവരോട് പെർമിഷൻ ചോദിച്ചിട്ടാണ് കയറിയത്. അതെ. അടി കിട്ടണേന് മുമ്പ് ഇത് ഓഫ് ചെയ്തേക്കിട്ട് ഇതിന്റെ അകത്ത് നമ്മളിപ്പോ റൂമിലെത്തി. തിരിച്ച് റൂമിലെത്തി. എന്റെ ഫുഡ് കഴിക്കണേ വിശക്ക് ശല്യം എന്നാണോ അങ്ങനെയൊക്കെ പറയണോ. വിശക്കണുണ്ട് ഭയങ്കരമായിട്ട്. തിരിച്ച് റൂമിലെത്തി, ഭയങ്കരമായിട്ട് വിശക്കുന്നുണ്ട്. ഫുഡായിട്ടില്ല, കറി മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പിന്നെ ഇച്ചിരി നമ്മുടെ വെയിറ്റ് ചെയ്യാന്ന് ഓർത്തു. കഴിഞ്ഞിട്ട് നമ്മള് ഫുഡ് കഴിക്കാൻ പോകും. രാവിലെ കഴിച്ചതാ മര്യാദക്ക്. രാവിലെ മര്യാദക്ക് കഴിച്ചില്ല, എന്നാലും സ്ഥലത്തേക്ക് പോവാണ്. ആദ്യം റൂം വെക്കേറ്റ് ചെയ്തു. ലാസ്റ്റ് സ്പോട്ട് പഹൽഗാമിലേക്ക് പോവാണ്. എല്ലാരും ഉറങ്ങണേ. രാവിലെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം കുറച്ച് ലേറ്റ് ആയി പോയി. വെക്കണെന്നാന്ന് പറഞ്ഞിട്ടുണ്ട്, എല്ലാരും ഉറങ്ങണമുണ്ട. പിന്നെ അതിഥിനും സ്പെഷ്യലായിട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത വണ്ടി പോയിട്ട് കുടിച്ചു നോക്കും. ചേട്ടാ ഒന്ന് വാങ്ങോ? സ്ട്രോബെറിന്റെ വെള്ളമാണോ? എനിക്കിത് വേണ്ട, എനിക്ക് ഒറ്റേരാ മതി. ഇതിനൊക്കെ വേണ്ടേ? എനിക്ക് ക്രിക്കറ്റ് ബാറ്റ് ഉണ്ടാക്കുന്ന സ്ഥലമുണ്ടോ? ഹോഴ്സ് കന്യമാരക് ജി. ആള് നമുക്ക് ഇതിനൊക്കെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെയാണ് കേട്ടോ. സ്ഥലം ഹിന്ദിയാണ്, പക്ഷെ കുറച്ച് കൗൺസിലിംഗ്
സ്ഥലമില്ലേ നമ്മുടെ ബജ്രംഗി ഭജൻ എന്ന് പറഞ്ഞ സൽമാൻ ഖാന്റെ അവിടെ ഇല്ലേ, അത് ആ ലാസ്റ്റ് സീൻ ഷൂട്ട് ചെയ്ത് ഇവിടെയാണ്. മീൻസ് ഇതിന്റെ ആ കാടിന്റെ ഉള്ളിന്റെ ജാതക്ക് പോണ പോലെ ഇങ്ങനെ കൊണ്ടുപോണ്ടല്ലേ രണ്ട് മൂന്ന് കുരുത്ത് നോക്കിയേ അതിന്റെ ഹൈറ്റ് കണ്ടാ, ഹൈറ്റ് നോക്കി. സംസ്ഥാന സമ്മേളനം ഇത് കണ്ട ഈ വ്യൂ നോക്കി, നമ്മുടെ വ്യൂ പോയിന്റ് നിർത്തിയാണ് കേട്ടോ. ബാക്കി എല്ലാ സ്ഥലത്തും എന്താണെന്ന് നല്ല ദിവസമുണ്ട്. എല്ലായിടത്തും എന്താ കർഫ്യൂ ഒക്കെയാണ്. വളരെ അടിപൊളിയായിട്ടുണ്ട്. ആ ടൈം കഴിഞ്ഞ് ക്ലോസ് ചെയ്തെന്ന്. എന്ത് രസമാണ്. ഇപ്പൊ ആരോ വാലിയിലോട്ട് പോവാണ്. നമ്മൾ ഇന്നത്തെ ദിവസം മൊത്തത്തിൽ മൂഞ്ചിപ്പോയി, കാണാനും പറ്റിയില്ല. ഇവിടെ എന്തൊക്കെ ബന്ധും കാര്യങ്ങളൊക്കെയാണ്. ഇതാണ് ഇവിടുത്തെ പരിസരം കേട്ടോ. ഇത് ഏത് വില്ലേജ് അതൊന്നും ഞാൻ നോക്കിയില്ല. ആര്യവാലിയിലോട്ടാണ് പോണത്. അതൊക്കെ ഉണ്ട്, കുറച്ച് നടക്കാനുണ്ടായിരുന്നു. നല്ല കണ്ട എന്ത് രസമാണ്. ലൈറ്റ് അടിച്ചിട്ട് സൺലൈറ്റ് അടിച്ചിട്ട് ഇവിടുത്തെ വില്ലേജ് ആണ് പഹൽഗാമില. ഞങ്ങക്ക് കയറാൻ പറ്റിയില്ല, ക്ലോസ് ആയി. നിറച്ചും പട്ടാളക്കാരാണ്, നിറച്ചു ഇവര് കയറ്റിയിട്ടില്ല. വീഡിയോ നോക്കൂ. അടിപൊളിയായിട്ടാണ്. ഭയങ്കര തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ. അടിപൊളിയാ. നമ്മളിപ്പോ ഉള്ളത് പഹൽഗാമിലെ മാർക്കറ്റ് സ്ട്രീറ്റിലാണ്. അത് ഹിയമ ബോയ്, ഞങ്ങൾ ഇന്ന് ട്വിന്നിങ് ആട്ടാ. ബ്ലൂ ബ്ലൂ. ഞങ്ങളിപ്പോ ഇവിടെ ഡ്രസ്സൊന്നും നമ്മൾ എടുത്തില്ല, എല്ലാത്തിനും നല്ല റേറ്റ് ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ഇവിടെ കയറിയിട്ട് ഡ്രസ്സൊന്നും എടുത്തില്ല, ഡ്രസ്സിനൊക്കെ നല്ല റേറ്റ് ആണ്. അതുകൊണ്ടിട്ട് നമ്മള് ഒരു കഫേയിൽ കയറി 3 ചോക്ലേറ്റ് പേസ്ട്രീസും ക്യാപ്പച്ചീനോയും കോച്ചി. പഹൽഗാം മാർക്കറ്റ് ആണ് ട്ടാ. മാർക്കറ്റ് സൈഡ്. നമ്മളിപ്പോ പഹൽഗാമില നെക്സ്റ്റ് നമ്മുടെ ലാസ്റ്റ് ഹോട്ടലിലേക്ക് പോകാം. ഇതാണ് സ്ഥലം, ഭയങ്കര ഉള്ളിലാണ്. നാളെ നമ്മൾ ചെക്ക് ഔട്ട് ആവും. നാളെ ഈവനിങ് നമുക്ക് ഫ്ലൈറ്റ് ആണ്. നമ്മൾ മറ്റേ റൂം മാറി എടുത്ത് അതിന്റെ ഇപ്പുറത്ത് തന്നെയുള്ള വേറൊരു സ്ഥലം. ഇപ്പൊ നൈസാണ്, അതിലും നൈസാണ്. ഇവിടെ ആപ്പിൾ ഉണ്ടായി കിടക്കാം, കണ്ട മൂണിനെ കണ്ട. ഇവിടെ എല്ലാം ഫുൾ മൂണാണ് കേട്ടോ. നമ്മുടെ റൂമാണ്. ഇവിടെ ഇവര് സ്നാക്സ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ലൈസും സംതിങ്, പിന്നെ ഇത് ചോക്ലേറ്റ് ഉണ്ടായിരുന്നു. ഞാൻ കൊച്ചു കാണാണ്ടിരിക്കാണ്ട് കണ്ട മാറ്റാൻ കഴിക്കാൻ പാടില്ല. പിന്നെ ഇവിടുത്തെ രാവിലെയൊക്കെ നല്ല വ്യൂ ഉണ്ടാവും. നന്നായിട്ട് കിടക്കണം, നല്ല ലേറ്റ് ആയിട്ടുണ്ടാവും. രാവിലെ ഇറങ്ങണം ഇവിടെ. നാളെ കാണാം. ചേട്ടാ, സീനറിയൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്, വീടും കാണാൻ നല്ല ഭംഗിയാണ്. പക്ഷെ ഇവിടെ താമസിക്കാൻ വരരുത്. വർക്ക് ചെയ്ത് മാൻ ഗൈസ്. വെള്ളം ഒന്ന് തുടങ്ങിയെന്നറിയില്ല, പക്ഷേ കണ്ടോ ഞങ്ങളുടെ റൂമിൻ്റെ ഉള്ളിലാണ്, അകത്താണ്. കണ്ടോ, ഇത് ഞങ്ങളുടെ റൂമ്. കൊച്ചുറങ്ങുന്നു. താഴെ ബെഡിൻ്റെ മേലിൽ കസേരയുടെ മേലിൽ ഹോളിൻ്റെ അകത്ത് ടാങ്കിൻ്റെ അകത്ത് പക്ഷെ വെള്ളമില്ല.
ടാങ്കിനകത്തും വെള്ളമില്ല, ബാത്റൂമിനകത്തും വെള്ളമില്ല. ഗുഡ് മോർണിംഗ്. നമ്മുടെ റിട്ടേൺ ദിവസം നമ്മുടെ റിട്ടേൺ ഡേ ആണ്. നമ്മളിപ്പോ ഹോട്ടലിൽ വരെ ഞാൻ പറയാനില്ല. ഒറ്റവാക്കി പറയാനാണെങ്കിൽ അലമ്പ്. ഒറ്റ മനുഷ്യരങ്ങാട് കയറി പോകരുതെന്ന് ഞാൻ പറയുള്ളൂ. അത്ര കലമ്പാണ്. എന്തിലാവട്ടെ, നമ്മളിപ്പോ തിരിച്ച് എയർപോർട്ടിലേക്ക് പോവാണ്. പഹൽഗാമേന്ന് ഒരു 105 കിലോമീറ്റേഴ്സോളം ഉണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മൾ പോണ വഴി ശ്രീനഗർ പോകുമ്പോൾ മൂൺലൈറ്റിന്ന് ഇവിടുത്തെ ഫേമസ് വാൾനട്ട് ഫഡ്ജ് അന്ന് കഴിച്ചില്ലേ, അതാ. പിന്നെ എയർപോർട്ടിന് പ്രത്യേകിച്ചൊന്നുമില്ല, നമുക്ക് ലേ ഓവറാണ്. നമ്മൾ കണക്റ്റഡ് ഫ്ലൈറ്റ് ആണ് ആസ് യൂഷ്വൽ. ശ്രീനഗറൊക്കെ കുറച്ച് റിട്ടേൺ പോകുമ്പോഴേ കുറച്ചധികം ചെക്കിങ് ഉണ്ടാവും. നമുക്ക് 4 മണിക്കാണ് ഫ്ലൈറ്റ്. നമ്മളതുകൊണ്ട് 2 മണിക്ക് എത്തണം അവിടെ. ചെക്കിങ് അധികം ഉണ്ടാവും നല്ല രീതിക്ക്. അപ്പൊ നമ്മള് അവിടെ നിന്ന് ശ്രീനഗറിൽ നിന്ന് നമ്മുടെ മുംബൈന്ന് 5 to 7 hours വരെ ലേ ഓവർ ഉണ്ടെന്നാണ് പറഞ്ഞത്. ഡിലേ ഉണ്ട് ഫ്ലൈറ്റ് കൊച്ചിക്ക്. അത് കഴിഞ്ഞിട്ട് നമ്മള് ആണ് മുംബൈന്ന് കൊച്ചിയിലോട്ട്. ഇപ്പോ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും ഇല്ല. ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാണുക. ഞങ്ങളിപ്പോ ഒരു ആപ്പിൾ തോട്ടത്തിലൊക്കെ ഞാൻ വീഡിയോ ആഡ് ചെയ്യാതെ. ബാക്കിയെല്ലാം എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വഴി കാണിക്കാം. ഓക്കെ, ഡ്രസ് നോക്കണേ, കമ്പ്യൂട്ടർ ഡ്രസ് വരും. അകത്തേക്ക് വെക്കോ, എന്നിട്ട് ഫോട്ടോ എടുക്കാം. മുംബൈ എയർപോർട്ടിൽ വിളിച്ചത്. ഇതാണ് മുംബൈ എയർപോർട്ട്. നമുക്ക് ഡൽഹിയുണ്ട് ഫ്ലൈറ്റ്. നമ്മളിപ്പോ മുംബൈ എയർപോർട്ടില് ലേ ഓവറിലാണ്. ഇന്നാണ് നമുക്ക് റിക്ലൈനറൊക്കെ കിട്ടിയത് കേട്ടോ. ഇത് ഒരു ഞാൻ സ്നാപ്പിൽ എടുക്കുന്നതാണ്. വെറുതെ വീഡിയോ എടുത്തപ്പോൾ വ്ളോഗിൽ ആഡാക്കാൻ വേണ്ടി ഇട്ടതാണ്. നമ്മൾക്ക് ഇന്നാണ് റിക്ലൈനർ കിട്ടിയത്. അപ്പോൾ ഇന്ന് നല്ല സുഖമുണ്ട്. പക്ഷെ ഉറങ്ങാൻ പറ്റില്ല റിക്ലൈനറൊക്കെ കിട്ടിയപ്പോൾ. അന്നത്തെ ദിവസം ഉറക്കം തൂങ്ങി. പക്ഷെ റിക്ലൈനർ ഉണ്ടായിരുന്നില്ല. ഇന്ന് നമുക്ക് കിട്ടി, പക്ഷെ നമുക്ക് ഉറങ്ങാൻ പറ്റില്ല. പക്ഷെ അവിടെ ജിഷിൻ ചേട്ടൻ ഉറങ്ങുന്നുണ്ട്. ഹീന ഒരു പകുതി കഷ്ണം ആപ്പിൾ പിടിച്ചിരിപ്പുണ്ട്. ഞങ്ങൾ കാശ്മീരിന്ന് കുറച്ച് ആപ്പിൾ നല്ലതാ. പഴുത്തിട്ടില്ല, അതൊന്നും ഇച്ചിരി വന്നിരുള്ളൂ. എനിക്ക് കഴിച്ചു. ടിറ്റു ഇച്ചിരി കഴിച്ച്, ഞാൻ കഴിച്ച്, ഹീന കഴിച്ച്. നമ്മളങ്ങനെ തിരിച്ച് പ്ലെയിനൊക്കെ കുറേ പോകുന്നുണ്ട്. ഞാൻ കാണിച്ചില്ല കേട്ടോ. ഞങ്ങളിപ്പോൾ തിരിച്ച് 12:30ക്കാണ് ഞങ്ങൾക്ക് അടുത്ത ഫ്ലൈറ്റ് മുംബൈ ടു കൊച്ചി. അവിടെ ഒരു 3 മണിയൊക്കെ ആകുമ്പോൾ എത്തും. 3 മണി 2:30. എന്നാലും വീട്ടിലെത്തുമ്പോൾ 3:30 അപ്പം ഞാൻ ബാക്കി വീഡിയോസൊക്കെ പ്രത്യേകിച്ചൊന്നും ഇനി നമ്മൾ അടുത്ത ഞാൻ കൂടുതലും വ്ളോഗായിട്ട് ഇപ്പം 2ാമത്തെ വ്ളോഗായിട്ടാണ് ഞാൻ ഇടണത്. കാരണം എനിക്ക് ട്രിപ്പൊക്കെ പോകുമ്പോൾ വ്ളോഗ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടം. ഞാൻ ട്രിപ്പ് പോകുമ്പോൾ മാത്രം വ്ളോഗ് എടുക്കാം. അങ്ങനെയാണ് ഞാൻ കാശ്മീരിലെടുത്തത്. ഓക്കെ, എന്തായാലും നല്ലൊരു ട്രിപ്പായിരുന്നു. ഇത് കണ്ട അവിടെ ഫ്ലൈറ്റ് ഇട്ടേക്കണേ. ഇതിപ്പോ ഷാഡോ ഉള്ളതുകൊണ്ട് എങ്ങനെ കാണുന്നതെന്ന് അറിയില്ല. എന്നാലും ഉണ്ടാവും ഇൻഡിഗോ, കുറേ ഇൻഡിഗോ ഫ്ലൈറ്റ് ഉണ്ട്, കുറേ സ്ഥലത്തും. അപ്പൊ ഗൈസ് ഇത്രേ ഉള്ളൂ. ഞാൻ ഈ വീഡിയോ എടുക്കാനുള്ള ഫോണിൽ ചാർജ് ഇല്ല. അതെ. അപ്പൊ ഇനി അടുത്ത ട്രിപ്പ് പോകുമ്പോൾ അടുത്ത വ്ളോഗ്. ഓക്കെ, ബൈ ബൈ. ബൈ പറ ഹീനെ. ബൈ ബൈ. ബൈ.